ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവുകളാണ് അതൊക്കെ. 21, 23, 25, 27, 29, 27 കഴിഞ്ഞാൽ നമ്മൾ റമദാൻ ഡിസ്മിസ് ചെയ്തു. അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ഈ ഉമ്മത്തിന് അള്ളാഹു 5 ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. റമദാനിൽ ഒരു സമൂഹത്തിന് മുമ്പ് അള്ളാഹു നൽകിയിട്ടില്ല. യുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, റമദാനിന്റെ അവസാനത്തെ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ പുറത്തു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണോ? അല്ല, ആഖിറു ലൈല. ഒരാൾ അധ്വാനിച്ചാൽ ആ അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ. റമദാൻ നോമ്പ് നോറ്റ അവസാനത്തെ രാവിൽ ഈ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു തന്ന പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ മാഫറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി തെരുവുകളിലും നടക്കുമ്പോ അള്ളാഹിന്റെ മാഫറത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ? നമ്മളപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. 27 കഴിഞ്ഞിട്ട് തറാവീഹിന് ആളില്ല, ഖിയാമുൽ ലൈലിന് ആളുകളില്ല, ഇത്തികാഫിന് ആളില്ല, സുബ്ഹ് നിസ്കാരത്തിന് ജമാഅത്തിന് ആളില്ല. ഇങ്ങനെ വന്നാൽ എന്ത് റമദാൻ? അതുകൊണ്ട് മുഅ്മിനേ, സൗമുലി, നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ റമദാൻ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ ഖൽബിനോടുള്ള തർബിയത്താണ്, ഹൃദയത്തിനുള്ള മാറ്റമാണ്, ഹൃദയത്തിനുള്ള തഖ്വയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇത് സാധ്യമാണോ എന്നാണ് റമദാൻ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ? അല്ലാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ? മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ? ഇതുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു. അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ സദസ്സിൽ നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും